ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചരി നൊതുക്കം കിട്ടൂടി തങ്കമ്മേ ആണിന്റെ മരം കാക്കട നാളരി തങ്കമ്മേ ഈ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ഏത് ഏതാ ശരിക്കും ചായയാണോ ഉദ്ദേശിച്ചത്? ജ്യൂസാണ്. കുറച്ച് കൊടുക്കാറുണ്ട് അല്ലേ? കുറച്ച് ഇടയ്ക്ക് അതല്ലേ? അത് നേരിട്ട് വന്ന ടിവിയിൽ കണ്ടാ പോരല്ലോ. പ്രവൃത്തി മോശമാണെന്ന് അർത്ഥം. സംസാരം പ്രവൃത്തി കാണാത്തോണ്ടാ. എന്താ സാറ് സാമ്പാറൊന്നും അങ്ങനെ വിളിച്ചു പോയില്ലെങ്കിൽ മോശത്തിലുള്ള ആൾക്കാരുടെ വേണം. എന്നാലും നമുക്കൊരു പരിധി ഉണ്ടല്ലോ. നമ്മൾ കുറെ സ്റ്റേജിൽ പോയി പറഞ്ഞുകൊണ്ട് പാടിയോണ്ട് ആരും ശ്രദ്ധിക്കില്ല. അങ്ങനെയല്ല, ഒരുപാട് പേരുണ്ട്. ചിലപ്പോ നമ്മുടെ സമയമായിക്കൊണ്ടായിരിക്കും. നല്ലതായിരിക്കും. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാത്തിനും സമയമല്ലേ. അച്ഛനങ്ങനെ ഭയങ്കര പ്രതീക്ഷകളാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അല്ല, എനിക്കറിയാം. അതാണ് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അയാള് ശുദ്ധനാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. കുടുംബമാണ്. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ അവര് തീരുമാനമായി. ഇത് നമ്മുടെ തന്നെ വിത്ത് വേറെ പുറത്തിട്ടതല്ല, അകത്തിട്ട വിത്ത് തന്നെയാണെന്ന് മനസ്സിലായി. കറക്റ്റ്. അല്ലെങ്കിൽ ഇത് ഇതുപോലെയൊക്കെ മോനും മോൾക്കും ഒക്കെ കിട്ടിയ അച്ഛൻ മിശമാതല്ലേ ചെയ്തത്. എലവത്തൂര് കായലിന്റെ കരക്കിലുണ്ടൊരു കൈത, ഇങ്ങനെയായിരുന്നു ട്യൂണ്. അതിന്റെ ഒറിജിനൽ ട്യൂൺ എന്ന് പറയുന്നത് അച്ഛൻ ഒരു 10-30 വർഷം മുന്നേ ചെയ്ത എലവത്തൂര് കായലിന്റെ കരക്കിലുണ്ടൊരു കൈത, കൈത മുറിച്ച് മുള്ളു മാറ്റി പൊള്ളിയെടുക്കുന്ന നേരം, കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ, ഇണ്ടലുണ്ട് മിണ്ടില അത് കുറ്റമാക്കല്ലേ. പുത്തമ്മേല വെട്ടി നിരത്തി കാട് നല്ല നാടാക്കി, പുത്തമ്മേല വെട്ടി നിരത്തി കാട് നല്ല നാടാക്കി, കാട് നല്ല നാടായപ്പോൾ ഞങ്ങൾ പുറത്തായി. എന്താ അർത്ഥം? ഇത് നല്ല ക്യൂട്ടല്ലേ? ക്യൂട്ടാണോ? ആര്? ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കണം. മണിച്ചേട്ടന്റെ പാട്ട് ഒരു ഹരം തന്നെയാണല്ലേ. നമ്മള് പണ്ടേ നമ്മുടെ നാടൻ പാട്ടുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ കലാഭവൻ മണിയുടെ പാട്ടുകൾ തന്നെയാണല്ലേ. അദ്ദേഹം മരിച്ചിട്ട് പോലും ആ പാട്ടുകൾക്ക് ഇന്ന് ജീവനുള്ളത് പോലെയാണല്ലേ. ഇന്ന് ഏതൊരു സാധാരണക്കാരനായ മനുഷ്യനും ആ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജീവൻ നൽകുന്നത് തന്നെയാണല്ലേ. ഇവിടെ മണിച്ചേട്ടന്റെ പാട്ടും അതുപോലെ നമ്മുടെ ബോച്ചയും ഈ ഒരു സംഭവം, ഇവരുടെ ഒരു കൂടിക്കാഴ്ച അത് കളറാക്കി എന്ന് വേണം പറയാനല്ലേ. നല്ല രസമുണ്ടായിരുന്നു അല്ലേ സംഭവം. ഈ ഒരു മണിച്ചേട്ടന്റെ പാട്ടും അതുപോലെ നമ്മുടെ ബോച്ചയും ഇതില് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആ ഒരു രംഗം കണ്ടപ്പം നിങ്ങൾ അതിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ടിനോടത്ത് അദ്ദേഹവും എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോസ് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാലോ. ഒരുപാട് ചാരിറ്റി വർക്ക് ചെയ്യുന്നു, അതുപോലെ ഒരുപാട് പേര് സഹായിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. നിഷ്കളങ്ക സ്നേഹം എന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് കുഞ്ഞുങ്ങൾ ബോച്ചയോടൊപ്പം സെൽഫി എടുക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ആ ഒരു വീഡിയോ ആണ് അദ്ദേഹം ഷെയർ ചെയ്തത്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അല്ലാതെ പിന്നെ നമുക്ക് എന്തായാലും നല്ല ക്യൂട്ടല്ലേ? ക്യൂട്ടാണോ? ആര്? ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കണം. എടുക്കണോ? എടുക്കണം. പക്ഷെ അപ്പൊ സ്റ്റേജിൽ തിരക്കിലാണല്ലോ. കുഴപ്പമില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യ് കുറച്ചു നേരം. ഞാൻ ബോച്ചയുടെ ഫാനാണ്. ആണോ? ആരൊക്കെ ഫാന്? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും ഫാനാ ബോച്ചന്റെ? ഫോട്ടോ എടുക്കണം. ഫോൺ കൊടുത്തോ? ബോച്ച എടുത്തിരു. പിന്നെ ഉദ്ഘാടനത്തിന്റെ ഒരു ഷൂട്ടും കൂടി ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, ഇനിയിപ്പോ ഇന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇന്ന് കുളിക്കണം, ഡ്രസ്സ് മാറണം, കൂളിംഗ് ഗ്ലാസ് വെക്കണം, ഒക്കെ മടിയാ. അങ്ങനെയാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹം പണ്ടേ ഫേമസ് ആണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചുകൂടി അങ്ങ് വളർന്ന് പന്തലിച്ചതുപോലെ തോന്നിയതല്ലേ. ഏതായാലും പാവങ്ങൾക്ക് ഒരു കൈത്താങ്ങായി എന്നും നിലനിൽക്കാൻ ദൈവം അനുഗ്രഹം നൽകട്ടെ. ഇതൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്.
കഴിഞ്ഞ ദിവസം ലോട്ടറി വിറ്റ് മനസ്സ് കരുത്ത് നൽകിയ അമ്മയുടെ അസുഖത്തിൽ, അതായത് അമ്മയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞിനെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ നൽകിയ ആ ഒരു സഹായമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോഴാണല്ലേ നമ്മുടെ ഈ ഹണി റോസ് പോലുള്ള നടിമാരെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുന്നതല്ലേ. അവരുടെയൊക്കെ ഒരു തലക്കനം വേറെ ഒന്ന് തന്നെയില്ലേ. എന്തായാലും നമ്മുടെ ആ ഒരു നടി ഉണ്ടല്ലോ, എന്തായാലും ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്തിനാണ് വല്ലവരുടെ വാക്കും കേട്ട് എത്ത് ചാടാൻ പോയത് എന്നുള്ളതല്ലേ. ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഉള്ള ഉദ്ഘാടനമെങ്കിലും കിട്ടുമായിരുന്നു അല്ലേ. എന്തായാലും ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഒരുപാട് പേര് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്തും പ്രാർത്ഥിച്ചും അദ്ദേഹത്തിന് ദീർഘായുസിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ. ഏതെങ്കിലും ഒരു കോടീശ്വരൻ ഇതുപോലെ നടു റോഡിൽ വന്ന് കച്ചവടം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ ബോച്ചെ ആരുടെ കൂടെ ഇരുന്ന് കച്ചവടം ചെയ്യും. എന്തായാലും ഈ ഒരു സഹോദരിക്ക് അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി പെട്ടിയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് ബോച്ചെ ടീ ആ ഒരു പെൺകുട്ടി വിൽക്കുകയായിരുന്നു. ഇത് കാണാനിടയായ ബോച്ച ആ ഒരു പെൺകുട്ടിക്ക് കൊടുത്ത സൗഭാഗ്യം കണ്ടല്ലോ. അതാണ് നമ്മുടെ ബോച്ചെ. ഒരുപാട് പേരുടെ കണ്ണീരൊക്കെ ഒപ്പിയ ഒരു മനുഷ്യൻ തന്നെയാണ്. ഇത്തരത്തിൽ സഹായം ചെയ്യുന്ന ഈ ഒരു വ്യക്തിയാണ് ജയിലിൽ വരെ കിടക്കേണ്ടി വന്ന ആ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും അതിനുള്ള അർഹത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ? അത് ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അദ്ദേഹം ജയിലിൽ പോയതിനു ശേഷം 10 മടങ്ങ് സപ്പോർട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയതും അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ വളർച്ചയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കേസ് കൊടുത്ത നടിയാണെങ്കിലും ആ ഒരു നടി ആകെ കൂടെ കിട്ടിയത് 2 ഇനാഗ്രേഷനും. ആ 2 ഇനാഗ്രേഷന്റെ കഥകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. എന്തായാലും ബോച്ചെ ഇപ്പോൾ തരംഗമായി മാറുകയാണ്. എല്ലാവർക്കും ഒരു സ്നേഹം തന്നെയാണ് ബോച്ചെ എന്ന വ്യക്തിയോടുള്ളത്. ഒരുപാട് വീഡിയോസ് ഇത്തരത്തിലുണ്ട് കേട്ടോ. അദ്ദേഹം സഹായം ചെയ്യുന്ന വ്യക്തികളുടെ കാര്യം, അതായത് എന്ത് ഒരു ആവശ്യം വന്നില്ല. നമ്മളറിയാലോ, മറ്റേ ആ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ശ്രുതി എന്ന പെൺകുട്ടിക്ക് എന്താ പറയുക, ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിക്ക് 10 ലക്ഷം രൂപ കൊടുത്തു. എന്തിനാണ്? വീടിന് വേണ്ടി, സ്വന്തമായിട്ടൊരു വീട്, പിന്നെ സർക്കാർ വക റവന്യൂ വകുപ്പിൽ ജോലിയും കിട്ടി. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒന്ന് നേരെ ലെവലായി മാറുകയാണ്. അപ്പൊ അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ബോച്ചെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുന്ന ഒരു വ്യക്തി തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ഈ ഒരു വ്യക്തി.